So last day we'll be discussing about the dynamic force analysis of a 4-bar mechanism. ഒരു 4-link മെക്കാനിസത്തിന്റെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്തോണ്ട് ആ ഫിഗറിൽ ഒന്ന് നിങ്ങൾ മുന്നിൽ എടുത്തു വെക്കുക. We had a mechanism ABCD, 4 turning pairs ഉള്ള 4-link mechanism ആയിരുന്നു. And for the link AB, the center of mass or G2, the point was given and a particular distance were given. Now, since this was the case of dynamic force analysis of a 4-link mechanism, അത് നമുക്ക് മനസ്സിലാകുന്നത് because the mass of all the links are given. And since dynamic force analysis and nothing is mentioned about the center of mass of links BC and CD, we assume it to be at the exact middle of the particular links. G3, G4 അങ്ങനെയാണ് കിട്ടിയത്. So first step the first step was just having an analysis, basic analysis. അതായത് dynamic force analysis ആണ്. So dynamic force analysis വരുന്ന മേജർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മേജർ കണ്ടൻസ് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ കപ്പിൾസ് ആയിരുന്നു. ഇനേർഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ ആലോചിക്കുക, Fi is equal to m into Fg. Similarly, inertia coupled Ci is equal to moment of inertia Ig into angular acceleration alpha. So ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇനേർഷ്യ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആക്സലറേഷൻസ് വേണം. And accelerations of center of mass. F, small letter Fg2, small letter Fg3, and small letter Fg4. Similarly, in order to understand about the inertia couples, we need to have angular acceleration values also. And angular acceleration values are for the particular links. That means alpha of AB, alpha BC, and alpha CD. So, since we have to find the linear accelerations of center of masses and angular accelerations of the links, it is definite that we have to draw the acceleration diagram. So first step is drawing the configuration diagram, then going for velocity as well as acceleration diagrams. Velocity acceleration diagram നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടോ? Okay, values കിട്ടിയോ? വാല്യൂസ് കിട്ടീനാ? എങ്ങനെയാണെങ്കിൽ ഇത് വാല്യൂസ് ചെയ്യുന്നതാണോ? ഏകദേശം 5.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. Did you get the same values? നെറ്റ് കട്ടായി പോകുന്നുണ്ട്. Okay. Then have you completed the diagram? Acceleration diagram വരച്ചിനോ? വരച്ചിന്. Okay, values കിട്ടി എന്നിട്ട്? Did you get the values of these Fg2, Fg3, Fg4? കിട്ടിയോ? ഡയഗ്രാം വരച്ചിട്ടുള്ളൂ. പിന്നെ വാല്യൂ വരെ കണ്ടുപിടിക്കുക. ഡയഗ്രാം വരച്ച ഡയഗ്രാം വരക്കുന്ന ഒരു ദിവസം, വാല്യൂ കണ്ടുപിടിക്കുന്ന വേറൊരു ദിവസമാണോ? അത് ഭയങ്കരമാണല്ലോ. വെലോസിറ്റി ഡയഗ്രാം നീ മെഞ്ഞാന്ന് വരച്ചിട്ട് അതിന്റെ വാല്യൂ ഇന്നലെയാണോ കണ്ടുപിടിച്ചത്? ഇന്നാണോ നീ ആക്സിലറേഷൻ ഡയഗ്രാം വരച്ചത്? ഒരു 5-6 ദിവസം ആക്കി തരാൻ പറയട്ടെ ഞാൻ എക്സാം.
ഡയഗ്രാം വരച്ചിട്ടുള്ളൂ, വാല്യൂ കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഡയഗ്രാം കണ്ടുപിടിച്ചതിന് ശേഷം വാല്യൂ കണ്ടുപിടിക്കാൻ എന്തൊരു പണിയാന്ന് അറിയില്ലല്ലേ. ഒരു ദിവസം മുഴുവൻ എടുക്കുമല്ലോ അല്ലേ. ചിത്രത്തിൽ 3 പോയിന്റുകൾ ഇട്ടിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അത് അളന്നിട്ട് മാറ്റാൻ വേണ്ടിട്ട് 3-4 ദിവസം എടുക്കുമല്ലോ അല്ലേ. ശ്രീനാഥ് കണ്ടുപിടിച്ചാ? ശ്രീനാഥ് ഉണ്ടാ കോളില്? ശ്രീനാഥ് കോളിലുണ്ടാ? ജോയൽ ടോം വാല്യൂ കിട്ടിയാ ജോലെ? സാർ ഏതാ വേണ്ട? ആക്സലറേഷൻ ആക്സിലറേഷൻ വാല്യൂ. അതായത് ഈ ബോർഡിൽ ഇതേ വാല്യൂ, ഇതാണ് ഫസ്റ്റ് ഇതുവരെയാണ് നമ്മളൊന്നും ചെയ്തത്. ഇതിന്റെ ഡിഫറെന്റ് സെന്റർ ഓഫ് മാസസ്, അതായത് ആക്സിലറേഷൻ ഡയഗ്രാം വരക്കുന്നു. യു ആർ ലൊക്കേറ്റിംഗ് ദ സെന്റർ ഓഫ് മാസസ് ഓൺ പെർട്ടിക്കുലർ ലൈൻസ്. അതായത് A dash B dash gives the linear acceleration for the link AB, അല്ലെങ്കിൽ linear acceleration of B about A ആണ്. അപ്പൊ AB എന്ന് പറഞ്ഞ ലിങ്കിന്റെ വാല്യൂ ആണ് G2 എന്ന് പറഞ്ഞ പോയിന്റ് വരേണ്ടത്. Now how the center of mass G2 divides the link capital AB in the same ratio. ആ റേഷ്യോ എടുത്ത് ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ പണ്ടേ പഠിച്ചതാണ്. Same ratio you have to divide this particular small A dash B dash line segment with G2. എന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ടെൽ മീ FG2, മാഗ്നിറ്റ്യൂഡ് ഓഫ് FG2 എത്ര കിട്ടുന്നത്? ജോയില് പോയാ? ജോയൽ ടോം 22.05 meter per second square. Okay, 22.05. Okay, 22.6, 22.5 ആ റേഞ്ച് ആണ് കിട്ടുന്നത്. Okay, 22 കറക്റ്റ് ആണ്. Then FG3 FG3 നിങ്ങളെല്ലാം ഇപ്പം സ്കെയിൽ എടുത്ത് മെഷർ ചെയ്തിട്ട് ഇപ്പം കണ്ടുപിടിക്കുന്നതാണോ വാല്യൂസ്? 14.3325 meter per second square. 40 ആണോ 40 ആണോ? 14 അല്ലല്ലോ. FG3 അറൗണ്ട് 52 ആണല്ലോ വാല്യൂ. 52 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 58 കിട്ടുന്നുണ്ട്. 58. 52 ആണോ കിട്ടുന്നത്? 52 ആണോ കിട്ടുന്നത്? എനിക്ക് 58 കിട്ടിയത്. Okay, what is FG4? FG4 എത്രയാണ്? FG4 എത്രയാണ്? 63. 63.945. 25.7 ആ റേഞ്ച്, 25 റേഞ്ച് കിട്ടുന്നത്. 25, 26 റേഞ്ച് sir, കിട്ടുന്നത്. 25.9. Yes. Okay, ഓൾമോസ്റ്റ് ഈ റേഞ്ചിലാണ് നിങ്ങൾക്ക് വാല്യൂ കിട്ടേണ്ടത്. ഓക്കെ, FG2 22, FG3 52 and FG4 around 25 or 26. Sir, FG3 54 meter per second square. ഏതാ? F53 ആണ്. ഓക്കെ, അത് കുഴപ്പമില്ല. 54. അതൊക്കെ the differences you obtain due to, I mean, the basic manual errors that happen when we draw the acceleration figures. അത് കുഴപ്പമില്ല. In the about this range കിട്ടണം.
ഓൾസോ ഓരോ ലിങ്കിന്റെ ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതായത് ആൽഫ ബി എ, ആൽഫ സി ബി ആൻഡ് ആൽഫ സി ഡി. ദീസ് വാല്യൂസ് ഓൾസോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ വാല്യൂസ് എത്ര കിട്ടുന്നത്? ആംഗുലർ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Tangential acceleration divided by length of the link. ടാൻജൻഷ്യൽ കോമ്പണന്റ് Divided by length of the link. divided by length of the link. Very good. ആൽഫ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫ 2 എത്ര കിട്ടുന്നത്? This is given. Alpha AB 20%. ഉണ്ടല്ലോ. Yes, sir. അടുത്തതോ 34.24. ആൽഫ തേർഡ് ലിങ്ക് ഉണ്ടല്ലോ 34.24. Okay, 34.2 correct. Next, alpha CD 78.92. 17 ആണോ 17 ആണോ? 78. 78, very good. 79 റേഞ്ചിലാണ് ആ വാല്യൂ വരുന്നത്. Okay, correct. Now see, when you find out the angular acceleration values, the direction of angular acceleration is also important. Direction എങ്ങനെ വരുന്നത്? Alpha BA clockwise. Alpha BA clockwise. Okay, retardation ആണ്. It should be clockwise. Very good. അടുത്തതോ Alpha CB clockwise. അല്ല ആന്റി ക്ലോക്ക്വൈസ്. Anti-clockwise. ആന്റി ക്ലോക്ക്വൈസ് അല്ല. Yes. Yes, sir. So alpha BA എന്ന് പറഞ്ഞാൽ this is clockwise direction. This is counterclockwise direction. And alpha CD also will be counterclockwise direction. അല്ലെ? മൂന്നും counterclockwise direction ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ആ വാല്യൂസ് എല്ലാം നോട്ട് ചെയ്തിട്ട്. Yes, sir. ഓക്കെ, ഇനി ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാം. അത് രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. See, you have found out the magnitude values of all the linear accelerations of the center of masses fg2, fg3, fg4. ഇതിന്റെ കൂടെ it would be better if you found out the angles of ഇത് ആക്ട് ചെയ്യുന്ന ആംഗിൾസ് ഉണ്ടല്ലോ. ഇത് ആക്ട് ചെയ്യുന്ന ആംഗിൾസ് എന്ന് പറഞ്ഞാൽ see, this is our acceleration diagram. Now if you consider a horizontal line, ഇവിടെ ഒരു horizontal line വരച്ചു വെച്ചാൽ
എഫ് ജി ടുവിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതിലേക്കുള്ള ഈ ആംഗിൾ ആണ് എഫ് ജി. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, ഇവിടെ ഇങ്ങോട്ടുള്ള ഈ ആംഗിൾ, അതായത് ആ ആംഗിളിലാണ് ജി ടു ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഇത് എത്ര ഉണ്ടാവും? ദിസ് വിൽ ബി ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും വാല്യൂ? ടു ഫിഫ്റ്റി 3 പോയിന്റ് സംതിങ് ആണ് എനിക്ക് കിട്ടുന്നത്. ആംഗിൾ 253.5 ഡിഗ്രി ആണ് ഈ വാല്യൂ. സിമിലർലി ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഫൈൻഡ് ഔട്ട് ആംഗിൾസ് ഓഫ് all these linear accelerations. അതായത് എ ജി ത്രീ കണ്ടുപിടിക്കണമെങ്കിൽ this is the angle. ഈ ആംഗിൾ ആണ് ജി ത്രീ. ആ ജി ത്രീന്റെ വാല്യൂ 238 ആണ്. ലാസ്റ്റ് വൺ ജി ഫോർ എന്ന് പറഞ്ഞ ഇതേപോലെ ഇവിടത്തേക്ക് ജി ഫോറിന്റെ ഇൻക്ലിനേഷൻ 222 ആണ്. എന്തുകൊണ്ടാണ് ഈ ഇൻക്ലിനേഷൻസ് കണ്ടുപിടിക്കാൻ പറയുന്നത്? നൗ വി ഹാവ് the linear acceleration values as well as angular acceleration values. ഇനി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, അതായത് ദിസ് വാസ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അനലൈസിങ്, അതിന്റെ കോൺഫിഗറേഷൻ ഡയഗ്രം പറയാം. സ്റ്റെപ്പ് നമ്പർ 2 വാസ് drawing the velocity diagrams as well as acceleration diagrams. ആക്സിലറേഷൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ഫ്രം ദി ആക്സിലറേഷൻ ഡയഗ്രം ഈ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Straight from the acceleration diagram, what we have found out, നമ്മൾ center of masses in the linear accelerations കണ്ടുപിടിച്ചു. Also, we obtained the direction of linear accelerations. See, FG2, അതായത് acceleration of this point G2, അത് മുകളിൽ നിന്ന് താഴേക്ക് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. FG3, see, ഇതേ ഡയറക്ഷൻ. FG4, മുകളിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്കുള്ള ഡയറക്ഷൻ. As well as direction is specified using the inclination values. ഓരോന്നിന്റെ inclination values ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ആക്സിലറേഷൻ ഡയഗ്രത്തിൽ നിന്ന് ഡിറ്റക്ട് ചെയ്തതാണ്. Secondly, what we obtain are the values of angular accelerations of links. See, alpha b എന്ന് പറഞ്ഞാൽ it's the angular acceleration of second link. We obtained the magnitude as well as direction. CB, third link in angular acceleration. We again obtained what? Magnitude as well as direction. CD angular acceleration of fourth link, magnitude as well as direction. ഇത്രയും ക്ലിയർ ആണോ? ഈ പറഞ്ഞ ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റിംഗ് ഇനേർഷ്യ ഫോഴ്സസും ഇനേർഷ്യ കപ്പിൾസും ആണ്. ഇനേർഷ്യ കപ്പിൾസ് അവിടെ നിൽക്കട്ടെ, ഇനേർഷ്യ ഫോഴ്സ് അവിടെ നിൽക്കട്ടെ. ബിഫോർ കാൽക്കുലേറ്റിംഗ് ഇതിൽ കണ്ടുപിടിച്ച ചില കാര്യങ്ങളുടെ സിഗ്നിഫിക്കൻസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സി, നോയിങ് ദ ഡയറക്ഷൻസ് ഓഫ് ലീനിയർ ആക്സിലറേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം FG2 when we multiplied M2 mass of second link, we obtained inertia force. Second link center of mass act ചെയ്യുന്ന inertia force കിട്ടുന്നെങ്കിൽ capital F2 is equal to FG2 into M2 ആണ്. And that inertia force in the force ആണ്. Force is a vector. It will have a direction. And what will be the direction of that force? നമുക്ക് ആവശ്യമുള്ളത് force ആണ്. കാരണം we are doing the dynamic force analysis. So force എന്നതിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ we should know the magnitude as well as direction. So since mass of second link multiplied by this linear acceleration value will give you the magnitude of inertia force for the particular link 2, the direction of force will be exactly opposite to that of the direction of this linear acceleration. അതായത് linear acceleration FG2 ഇങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന inertia force എന്ന് പറഞ്ഞാൽ ഇതേ ലൈൻ ഓഫ് ആക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ?
Clear Yes, ആണോ? sir. Okay. Similarly, for the inertia force for link 3, the direction will be FG3 in the same line of action, but exactly in the opposite direction. Arrow will be opposite direction. Same thing for link number 4 also. You have the linear acceleration direction for FG4 towards this line of action. So the capital Fi or inertia force for fourth link will be in the exact opposite direction. സോ അതുകൊണ്ടാണ് ഇതിന്റെ ഡയറക്ഷൻസ് നമ്മൾ ആംഗുലർ ആക്സിലേഷൻ ഡയഗ്രം നടക്കുമ്പോൾ മാർക്ക് ചെയ്യണം ഇമ്പോർട്ടന്റ്. കാരണം വെച്ചാൽ again we'll have to go back to our configuration diagram. അവിടെ at the particular center of mass points നമ്മൾ ഫോഴ്സ് കാണിക്കണം. ആ ഫോഴ്സ് കാണിക്കുമ്പോൾ ഫോഴ്സ് should be having this same line of action. അതായത് സെറ്റ് സ്ക്വയർ സ്കെയിൽ യൂസ് ചെയ്ത് ഇതിന് പാരലൈൻ ആയിട്ട് അവിടെ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ആരോ ഹെഡ് മാർക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. ഒന്നിക്കിൽ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതേ ലൈൻ സെഗ്മെന്റ്സ് അവിടെ കോൺഫിഗറേഷൻ കാണിക്കാം. ഓർ എൽസ് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾസ് 180 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അതായത് ദിസ് ഈസ് 253 ഡിഗ്രീസ് അല്ലെ. ഇതിൽ നിന്ന് 180 മൈനസ് ചെയ്താൽ നമുക്ക് റിമൈനിങ് എത്ര കിട്ടുക? ഈ ആംഗിൾ ആണ് കിട്ടുക. അപ്പൊ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ പോകുമ്പോൾ ഇത് നേരെ അങ്ങോട്ടാണ്. അപ്പൊ ഈ ആംഗിളിന് പകരം ഇവിടെ എത്രയാണോ ആംഗിൾ കിട്ടുക അതേ ആംഗിൾ ഈ ഡയറക്ഷനിൽ ഇട്ടാം. ഞാൻ കാണിച്ചു തരാം. So that was the significance for the directions, understanding the directions of linear acceleration. Now, when we come to angular accelerations we have found out or we have calculated the direction of the magnitudes. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ ഡയറക്ഷന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞാൽ ഈ ഇനേർഷ്യ ഫോഴ്സസിന് ലീനിയർ ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുന്ന പോലെ തന്നെ for inertia couples, it will be having the exact opposite direction of angular acceleration. So angular acceleration for second link BA clockwise aanengil avade undana inertia couple will be anti-clockwise. And for both link number 3 and link number 4, if the angular accelerations are having counterclockwise direction, then inertia couples will be having clockwise direction. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ആണോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. സോ ഡയറക്ഷൻ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നതിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞത്. ഈ വാല്യൂ നോട്ട് ചെയ്തു നോക്കൂ. ഞാനിതിപ്പോ angular accelerations of different links. Now let's go back to our configuration diagram. ഇതാണ് കോൺഫിഗറേഷൻ ഡയഗ്രം. ഇനി കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 3. തേർഡ് സ്റ്റെപ്പ് ആണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഇനേർഷ്യ ഫോഴ്സസ്. അതായത് ക്യാപിറ്റൽ F2 is equal to M2 multiplied by FG2. Capital F3 is equal to M3 multiplied by FG3. Capital F4 is equal to M4 multiplied by capital FG4. Calculate the values. See values എത്ര കിട്ടുന്നത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ. F2 എത്ര? അറൌണ്ട് 18 ന്യൂട്ടൺ കിട്ടുന്നുണ്ടോ?
Boys, I'll mark down the values. Okay. It's around 80 Newton on F2, F3 144 Newton ആയിട്ടുണ്ട്, 144 Newton. പിന്നെ F4 60 Newton, ഇതിലൊക്കെ 60 Newton. F2 80 Newton, F3 144 Newton, F4 60 Newton. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇനി കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഇനേർഷ്യ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഇപ്പം ഇനേർഷ്യ ഫോഴ്സ് F2 എന്ന് പറഞ്ഞാൽ ലിങ്ക് ടൂൽ ഉണ്ടാകുന്ന ലീനിയർ ആക്സിലേഷൻ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് സെയിം ലൈൻ ഓഫ് ആക്ഷനിലാകും. സോ ഒന്നുകിൽ യു ക്യാൻ ടേക്ക് യുവർ സെറ്റ് സ്ക്വയർ ആൻഡ് സ്കെയിൽ, draw a parallel line with respect to this A dash acceleration ഡയറക്ഷനിലെ A dash B dash എന്ന ലൈൻ സെഗ്മെന്റ്. അതിലുള്ള A dash G2 ഉണ്ടല്ലോ, ഈ പോയിന്റ് A ഡാഷും B ഡാഷും. സോ A dash G2 എന്ന ലൈൻ സെഗ്മെന്റിന് പാരലൽ ആയിട്ട് you can create a line segment here. ഞാൻ തൽക്കാലം ഇതിൽ മായ്ച്ചു ഈ അറ്റത്തെ ഫിക്സേഷൻ ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മായ്ക്കുന്നുണ്ട്, സ്പേസ് കിട്ടാൻ വേണ്ടി. സോ ഡ്രോ ലൈൻ സെഗ്മെന്റ് പാരലൽ ടു A dash G2. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ F2ന്റെ മെഷർമെന്റ് 80 ന്യൂട്ടൺ കിട്ടിയിട്ടുണ്ട്. ഈ ഫോഴ്സ് ആണ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എപ്പോ ഒരു ആംഗിൾ ആയിരിക്കുമല്ലോ. ആ ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്താൽ ഫോർ A dash G2 അല്ലെങ്കിൽ FG2 you have obtained an angle here that was around 253 degrees. Now if you subtract 180 from this 253, നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ ഈ പർട്ടിക്കുലർ സെക്ഷൻ ആംഗിൾ ആയിരിക്കും. സോ സിൻസ് ഇതേ ലൈൻ സെഗ്മെന്റ് ആണ് ഇവിടെ വരക്കേണ്ടതെങ്കിൽ, ഇഫ് യു കൺസിഡർ എ ഹൊറിസോണ്ടൽ ലൈൻ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചാൽ ഈ ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ ആയിരിക്കും ഇവിടെ, ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ ഇവിടെ അറൌണ്ട് 73 ഡിഗ്രീസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. ആ ആംഗിൾ നിങ്ങൾ ഇവിടെ എടുത്താൽ മതി. അതായത് ഇവിടെ പോകേണ്ട F2ന്റെ ഈ ഫോഴ്സ് F2ന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ that will be inclined with horizontal at an angle of 72 degrees. 70 A dash G2 പാരലൽ ആണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ വരക്കും, ബട്ട് ഇതിന്റെ ഏറോ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഈ A dash G2 ഇങ്ങനെയാണെങ്കിൽ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ്. ഈ ലൈൻ സെഗ്മെന്റ് വരച്ചത് ക്ലിയർ ആണോ? Is it clear? This will be F2. ഇതാണ് F2. ഇനി AB എന്ന് പറഞ്ഞ ലിങ്കില് apart from the inertia force we have an inertia couple also. ആ inertia couple എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? അതായത് അവിടെയുള്ള angular acceleration was 26 radians per second in the clockwise direction. So inertia couple should be what? അതിന്റെ വാല്യൂ എത്ര ആയിക്കോട്ടെ, വാല്യൂ കണ്ടുപിടിക്കണ്ട. The direction of inertia couple will be anti-clockwise. ഇത് ക്ലിയർ ആണോ? F2 വരച്ചതും ഈ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ഇട്ടതും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? No, sir. നെക്സ്റ്റ് G3 ആണ്. G3 എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ആകൃതി ഇതാണ്. സോ A dash G3ക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ സെഗ്മെന്റ്, അതായത് A dash G3 ഇങ്ങനെയാണെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് യു ക്രിയേറ്റ് ലൈൻ സെഗ്മെന്റ്. ദിസ് ഈസ് പാരലൽ ടു A dash G3.
ബട്ട് ഇതിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെയുള്ള F3 അതിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. F3 A-G3 same line of action but opposite direction. Magnitude 144 meter. Now coming back again, looking at the link BC or the third link on it. Third link il nammal nertha kandupidicha angular acceleration alpha BC adu counter clockwise aayum. So ivida inertia couple should be in the clockwise direction. Coming to CD, link number CD. Avade G4 ഉണ്ട്. Acceleration ആണെങ്കിൽ A-G4 ഇവിടെ ഉണ്ട്. So A-G4 എങ്ങനെയാണ് ഈ സെയിം ലൈൻ ഓഫ് ആക്ഷൻ, അതായത് A-G4 പാരലൽ ആയിട്ടാണ് ക്രിയേറ്റ് ലൈൻ. ഇത് F4 ന്റെ ലൈൻ സെഗ്മെന്റ് ആണ്. ബട്ട് F4 ന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ടു A-G3. A-G3 ഇവിടെ ഇങ്ങോട്ട് ആണെങ്കിൽ F4 ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ഫോർത്ത് ലിങ്ക് അല്ലെങ്കിൽ CD ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട്. സോ ഇവിടെയും ഇനേർഷ്യ കപ്പിൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ക്ലോക്ക് വൈസ്. ഇതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ്. കാൽക്കുലേറ്റിംഗ് ഇനേർഷ്യ ഫോഴ്സസ് ആൻഡ് മാർക്കിംഗ് ദ ഡയറക്ഷൻസ് ഓഫ് ഇനേർഷ്യ ഫോഴ്സസ് ആസ് വെൽ ആസ് ഇനേർഷ്യ കപ്പിൾ ഓൺ ദ കോൺഫിഗറേഷൻ ഡയഗ്രം. ഈ വരച്ചത് ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? Yes, sir. Yes, sir. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? We are going to apply the concept of equivalent offset inertia force. ഇപ്പൊ ഈ കണ്ടീഷൻ എന്താണ്? ഓരോ ലിങ്കിലും ഓരോ ഇനേർഷ്യ ഫോഴ്സും ഇനേർഷ്യ കപ്പിളും ആക്ട് ചെയ്യുന്നു. What we are going to do is we are going to offset this force. അതായത് F2 ന് offset ചെയ്യും, F3 ന് offset ചെയ്യും, F4 ന് offset ചെയ്യും with respect to a particular distance, so that after it is being offsetted, that particular force, new force, will have the combined effect of this force and couple. Force and couple. ഫോഴ്സും കപ്പിളും കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പൈൻഡ് എഫക്റ്റിനെ നമ്മൾ ഒരു ലീനിയർ ഫോഴ്സ് കൊണ്ട് മാത്രം കാണിക്കാൻ പോകുന്നു. By offsetting this particular forces with about a particular distance. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് എന്തുള്ളത്? നമുക്ക് H എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ. ആൻഡ് ഇക്വേഷൻ ഓഫ് H എന്തായിരുന്നു? വാട്ട് വാസ് ദ ഇക്വേഷൻ ഓഫ് H? K square alpha divided by Fg. ഇവിടെ K എന്ന് പറഞ്ഞാൽ radius of gyration, alpha angular acceleration. This was linear acceleration of the center of mass. So force F2 offset ചെയ്യുന്ന ഡിസ്റ്റൻസ് എടുക്കാൻ H2 ആണ് എടുക്കുന്നത്. H2 will be K2 square multiplied by alpha 2 multiplied by Fg2. Alpha 2 and Fg2 നമുക്കറിയാം. Radius of gyration K2 അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ we have a value. നമുക്ക് എന്താ ഉള്ളത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്കൻഡ് ലിങ്ക്. ലിങ്ക് AB തന്നിട്ടുണ്ട് 88,500 കിലോഗ്രാം മില്ലിമീറ്റർ സ്ക്വയർ. This is moment of inertia of link 2. ഇത് നമുക്കറിയാം. നമുക്ക് ഇത് എന്താണ്? M2 into K2. MK square ആണ് moment of inertia അല്ലേ? So K2 square will be directly equal to IG2 divided by M2. K2 2 അല്ലേ? Sir. So you can find out H2 അല്ലേ? So H2 ന്റെ വാല്യൂ നമുക്ക് കിട്ടി. Okay, ഈ സ്റ്റെപ്പ് നോട്ട് ഓൺ ചെയ്തേ. ഇനി H3 കണ്ടുപിടിക്കണമെങ്കിലോ this is equal to what? K3 square multiplied by alpha 3 square divided by
FG3. Alpha 3 square. Alpha 3 ഉം FG3 ഉം വീണു. K3 കണ്ടുപിടിക്കാൻ values we don't have. Since the moment of inertia of link 3 and 4 are not mentioned in the question, നമ്മൾ directly K3 square എന്നതിന്റെ വാല്യൂ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? L3 square by 12. ജനറൽ ഫോർമുല. ഇത് H4 കണ്ടുപിടിക്കുമ്പോഴും H4 എന്ന് പറഞ്ഞാൽ K4 square multiplied by alpha 4 divided by FG4 ആണ്. ഇവിടെ we take K4 square is equal to L4 square divided by 12. അവിടെ L3 L4 എന്താണ്? L3 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലിങ്ക് BC, L4 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലിങ്ക് C. മനസ്സിലായോ? ക്ലിയർ ആണോ? അതെ സാർ. ഓക്കെ, ഇത് നോട്ട് ഓൺ ചെയ്തേ. H3 എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലാണ് F3 ഓഫ്സെറ്റ് ചെയ്യേണ്ടത്? H4 എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലാണ് F4 ഓഫ്സെറ്റ് ചെയ്യേണ്ടത്? ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. സോ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്തത് F2, F3, F4 മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചു. ആൻഡ് യൂസിംഗ് ദ ഡയറക്ഷൻസ് of both inertia forces and inertia couples, we mark them on the configuration diagram. Then ഇത്രയും കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം കമ്പൈൻഡ് എഫക്ട് ഓഫ് ഫോഴ്സ് കപ്പിൾ ആണ് ഓരോ ലിങ്കിലുള്ളത്. നമ്മൾ അതിനെ യൂസിങ് DLMS പ്രിൻസിപ്പിൾ, നമ്മൾ അതിനെ DLMS അല്ല, ഇക്വലന്റ് ഓഫ്സെറ്റ് ഇനേർഷ്യ ഫോഴ്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് കമ്പൈൻഡ് എഫക്ട് കൊണ്ടുവരാൻ നോക്കും. കമ്പൈൻഡ് എഫക്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഈ F2നെ സർട്ടൺ ഡിസ്റ്റൻസിലേക്ക് ഓഫ്സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും, F3 F4. അപ്പൊ ആ ഓഫ്സെറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഇക്വേഷൻ H3 H2 H4 ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇനി ഈ പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് H3 H4 H2 കിട്ടിക്കഴിഞ്ഞാൽ we can go for offsetting. ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇനി ഇതിന്റെ ഈ ഡയറക്ഷൻ ആവശ്യമില്ല, അതായത് കപ്പിളിന്റെ ഡയറക്ഷൻ ആവശ്യമില്ല. ഓഫ്സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പം AB എന്ന് പറഞ്ഞ ലിങ്ക് ഇങ്ങനെയാണ്. ദിസ് ഈസ് AB. ഈ പോയിന്റിൽ യു ഹാവ് ദിസ് ഫോഴ്സ് F2. ഇവിടെ F2 ഉണ്ട്. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കപ്പിൾ ഉള്ളത്. അതായത് ആന്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഈ ലിങ്ക് ഇങ്ങനെ എത്തില്ല, അല്ലെ? ഇങ്ങനെയുള്ള ലിങ്ക് ഇങ്ങനെ എത്തിക്കണം, ഇങ്ങനെയുള്ള ലിങ്ക് ഇങ്ങനെ ആവണം. സോ ഇങ്ങനെ ആവണമെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഞാൻ ഇങ്ങോട്ടേക്കല്ല ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, ഇവിടെ ഈ ഭാഗത്തേക്കല്ല ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. എന്നാലല്ലേ ഇത് തട്ടിയാൽ ഇങ്ങോട്ടേക്ക് തിരിയും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ. സോ H2 എന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ F2ൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് യു വിൽ, അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നിങ്ങൾ H2ന്റെ വാല്യൂ എടുക്കും. ഈ പെർപെൻഡിക്കുലർ, അതായത് ഇപ്പൊ ഒരു 10 മില്ലിമീറ്റർ ആണെങ്കിൽ ഈ 10 മില്ലിമീറ്റർ നിങ്ങൾ ഈ H2ന്റെ, അതായത് ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എടുത്തിട്ട് ഈ പോയിന്റ് എന്ത് ചെയ്യും? ഇതേ F2, ഇത് F2 ആണെങ്കിൽ ഇതേ F2ന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ്. Mark this line segment as F2 dash. അപ്പൊ F2 dash എന്ന് പറഞ്ഞാൽ എന്താ? The offsetted force F2 about the perpendicular distance H2 ആണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. സോ അങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കപ്പിളിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കപ്പിളിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാൻ, കാരണം അതിന് ആവശ്യം വരുന്നില്ല, ഡയറക്ഷൻ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. സോ F2ൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് യു ടേക്ക് H2 ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതേ സാധനത്തിന് പാരലൽ ആയിട്ട് ഡ്രോ ലൈൻ സെഗ്മെന്റ്. This will be F2 dash. ഇനി കപ്പിളിന്റെ ആവശ്യമില്ല. F2 dash ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്.
Similarly, F3. F3 corresponding to H3 value. Since BC ന്റെ inertia couple direction ഇങ്ങോട്ടാണ്, BC തിരിയേണ്ടത് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ഈ ഫോഴ്സിനെ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ഈ ഡയറക്ഷനിലേക്കാണ്. ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ തട്ടിയാലല്ലേ ഇത് ഇങ്ങോട്ട് തിരിയും, ഇവിടെ തട്ടി ഇത് ഇങ്ങോട്ടല്ലേ പോകും. സോ ഇത് ഇങ്ങോട്ടാണ് തിരിയേണ്ട ടെൻഡൻസി കാണിക്കുന്നത്, ക്ലോക്ക് വൈസ് ആണ്. സോ ഇവിടെയുള്ള ഫോഴ്സ് ഞാൻ ഈ ഡയറക്ഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഓഫ്സെറ്റ് ചെയ്യുന്നത്. സോ ടേക്കിംഗ് H2 as perpendicular distance, sorry H3 perpendicular distance ആയി എടുത്തിട്ട് ചെയ്യാം. ഈ F3 ക്ക് പാരലൽ ആയിട്ട് ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് ഓഫ്സെറ്റ്. Okay, ഈ ഡിസ്റ്റൻസ് എന്താ? ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ദിസ് ഈസ് H3 and this is F2 dash. അപ്പൊ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കപ്പിളിന്റെ ഡയറക്ഷന്റെ ആവശ്യമില്ല. സിമിലർലി F4 ഇതാണ് ലിങ്ക്. ഈ ലിങ്കിന്റെ ടെൻഡൻസി ഇങ്ങോട്ടേക്ക് തിരിയാനാണ്. സോ അങ്ങോട്ടേക്ക് തിരിയണമെങ്കിൽ ഈ കപ്പിൾ മാറ്റി കഴിഞ്ഞാൽ F4 ഞാൻ ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. സോ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഈസ് ടേക്കിംഗ് H4 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കും. H4 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് ഈ ഫോഴ്സിനെ ഞാൻ പാരലലി ഇങ്ങോട്ടേക്ക് മാറ്റും. This is F4 dash. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? Is it clear? സർ. അപ്പൊ ഇത്രയും ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ഈ F2 ആവശ്യമില്ല, കാരണം ഓൾറെഡി ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞു. F3 ആവശ്യമില്ല, കാരണം F3 ഡാഷ് ഉണ്ട്. F4 ആവശ്യമില്ല, F4 ഡാഷ് ഉണ്ട്. ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡൈനാമിക് കേസിനെ നമ്മൾ സ്റ്റാറ്റിക് കേസ് ആക്കി മാറ്റി. അതായത് F2 ഡാഷ്, F3 ഡാഷ്, F4 ഡാഷ് എന്ന 3 ലീനിയർ ഫോഴ്സസ് മാത്രം ആക്ട് ചെയ്യുന്ന കേസ് ആക്കി മാറ്റി. Now this is static condition. സ്റ്റാറ്റിക് ഫോഴ്സിന്റെ കണ്ടീഷൻ. ഇനി ഇതിന് നമുക്ക് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ, അതായത് ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ചിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് യൂസ് ചെയ്തിട്ടോ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ക്ലിയർ ആണോ? Yes, sir. സംഭവം ലെങ്തി ആണ്, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ആണെന്ന് എനിക്കറിയാം. ബട്ട് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്ന് പറഞ്ഞാല് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വാല്യൂസ് ഓഫ് ആക്സിലറേഷൻ തന്നിട്ടെങ്കിലും ഡൈനാമിക് ഫോഴ്സ് അനാലിസിന്റെ കേസ് ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അറ്റൻഡൻസ് Yes, sir. ആരാ ഇല്ലാത്തെന്ന് ഞാൻ പറയാം. അഖിൽക്ക് ഉണ്ട്, അഖിൽക്ക്. അക്ഷയ കൃഷ്ണ ടീ ഉണ്ടോ? അക്ഷയ കൃഷ്ണ ടീ സാറിന്റെ ഇപ്പൊ ലെഫ്റ്റ് ആയതാ സാർ. അദ്വൈത് ഉണ്ട്. ഇല്ലെന്നോ ഇല്ലാന്നോ? അദ്വൈത് പ്രസന്റ്. ഓക്കെ ഓക്കെ. അമർനാഥ് ഉണ്ട്, അമർനാഥ്. ദിൽജിത്ത് ഉണ്ടോ? ദിൽജിത്ത്. മിനോസ് ഉണ്ടോ? മിനോസ്. ശ്രീനാഥ് ഉണ്ടോ? ശ്രീനാഥ്. ശ്രീനാഥ് ആപ്സന്റ്.
സാർ മിനോഷന്റെ